പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? ആരാധിച്ച സമയത്തുള്ള ആ ഒരു സന്തോഷം ഇപ്പം കാണുന്നില്ലല്ലോ. ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നു. സന്തോഷമായിരിക്കുന്നോ? ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ അവിചാരിതമായി എന്ന് പറയാം, എങ്കിലും ആഗ്രഹിച്ച ഒരു സമയം തന്നെയാണത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമാകുന്നൊരു ഗൈഡൻസ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാനും തിരിച്ചറിയുന്നു. നിങ്ങളോടൊപ്പം കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം നൽകിയ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിതൻ, ഞാൻ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോബിൻ പാസ്റ്റർ കുടുംബം, നിങ്ങളെല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. പ്രത്യേക പ്രിയ ആനി ആൻറ്റി കുടുംബം, പ്രിയ മോളെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. നിങ്ങളെയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ദൈവദാസന്മാർ, കുഞ്ഞുങ്ങൾ, അല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ മുൻ നിർണയമാണ്. ഹല്ലേലൂയ. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? ഈ സമയം ദൈവം മുന്നമേ കണ്ട സമയമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൃഷ്ടിയിൽ പലതും അവിചാരിതമാണ്. ചിലപ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരും, ചിലപ്പോൾ അനുകൂല സാഹചര്യങ്ങൾ കടന്നു വരും. ഇതൊക്കെ നമുക്ക് അവിചാരിതമാണ്. അതുകൊണ്ടാണ് സന്തോഷം വരുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടുന്നത്, അല്ലേ? ആശ്ചര്യപ്പെട്ടു പോകും. ഞാൻ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. കാരണം എന്താ? നമ്മളത് പ്രതീക്ഷിച്ചില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ വളരെ അപ്സെറ്റായിപ്പോൾ, ഞാൻ തകർന്നു പോയി. കാരണം എന്താ? നമ്മളത് പ്രതീക്ഷിച്ചില്ല. സ്തോത്രം. എന്നാൽ ദൈവം ഓൾറെഡി എല്ലാം ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവം ഓൾറെഡി ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് ആശ്ചര്യമില്ല, ദൈവം അപ്സെറ്റായി പോകുന്നില്ല. കാരണം ഓൾറെഡി ഡിസൈൻഡ് ആണ്. നമ്മുടെ ലൈഫ് ഫുൾ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുക. പ്രിയമുള്ളവരെ, പലപ്പോഴും ആ ഡിസൈനിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ അവിടെയാണ് ചിലതിന് താമസം വരുന്നത്, ചിലത് തടസ്സപ്പെടുന്നത്. അപ്പോൾ നാം ചിലപ്പോൾ അപ്സെറ്റ് ആവും, ചിലപ്പോൾ നാം ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടും. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് ഇന്ന് പകലിൽ ശക്തമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ സന്തോഷം തോന്നി. പിയാനോ, കീബോർഡ്, ഡ്രംസ്, ഇനിയും ഇൻസ്ട്രുമെൻ്റ് വരട്ടെ. ഓർക്കസ്ട്രയിൽ ഇനിയും അംഗങ്ങൾ ഒത്തിരിയുണ്ട്. സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. അതൊക്കെ ഇനി ഇവിടെ നിറയട്ടെ. ബേസ് ഗിറ്റാർ, ലീഡ് ഗിറ്റാർ, വയലിൻ ഒക്കെ എല്ലാം നിറയട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ ഒരു ആംബിയൻസ്, ആ ഒരു സൗണ്ടിങ് ഒക്കെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ വരുമ്പോൾ അതൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ട്രെയിൻഡ് ആകണം. ചെറുപ്പക്കാർ ട്രെയിൻഡ് ആകണം. നിങ്ങൾ പഠിത്തമുണ്ട്, കാര്യമുണ്ട്, എല്ലാം ശരിയാണ്, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ കർത്താവിന് വേണ്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ ട്രെയിൻഡ് ആയാൽ മതി. സമയം ഒത്തിരിയുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട്. നിങ്ങൾ ട്രെയിൻഡ് ആകണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെയും ശുശ്രൂഷയുടെ ഒരു ഭാഗമാക്കണേ എന്നൊക്കെ ഇന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് ഒരു മുഖാന്തരങ്ങളൊക്കെ ഒരുക്കും. ഞാൻ പ്ലാൻ ചെയ്ത് കീബോർഡിസ്റ്റ് ആയ ഒരാളല്ല. ഞാനൊന്നും പ്ലാൻ ചെയ്തില്ല, കാരണം ഒന്നുമില്ലായിരുന്നു. പക്ഷെ ചില ചെറിയ സാഹചര്യങ്ങൾ എൻ്റെ മുൻപിൽ വന്നപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങ് ഇഴുകിച്ചേർന്നു. ഞാനത് കൂടുതൽ എൻ്റെ ലൈഫിലേക്കൊന്ന് മാറ്റാൻ ശ്രമിച്ചു. ഒത്തിരി ദൈവത്തിൽ ആശ്രയിച്ചു, ആഴമായി സമർപ്പിച്ചു. ഞാൻ പറയുന്ന ഓരോ വാക്കും ആഴമുള്ളതാണ്. ഒത്തിരി ദൈവത്തിൽ ആശ്രയിച്ചു, അതിന് ആഴമുള്ള വാക്കാണ്. ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് കഴിഞ്ഞു. പക്ഷേ ഒന്നുമില്ലായ്മയിലാന്ന് ഓർക്കണം. എനിക്കും ഒരു ജോലി തിരക്കി പോകാമായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഒരു ജോലി തിരക്കി പോകാമായിരുന്നു.
ആ സ്ഥാനത്ത് കർത്താവിനെ മാത്രം സ്നേഹിക്കുവാനും കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുവാനും ഒക്കെ തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിച്ചു. ഒന്നുമല്ലാത്ത സമയത്ത് ആശ്രയം എന്ന വാക്ക് ഭയങ്കര ആഴമുള്ളതാ. അതൊന്ന് കുറിച്ചിട്ടോ മനസ്സിൽ. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ഭാഗമല്ലെങ്കിലും അതൊന്ന് കുറിച്ചിട്ടോ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ദൈവത്തോട്. അല്ലാതെ വെറുതെ ഒരു കീബോർഡിസ്റ്റായിട്ട് വന്ന ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ സീറോയിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളെ ആരെങ്കിലും തകർന്നിരിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്നുണ്ടോ? ചില കുഞ്ഞുങ്ങൾക്ക് അവരോട് ചോദിക്കുമ്പോൾ എനിക്ക് ഗിറ്റാർ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ചിലർ പറയും എനിക്ക് വയലിൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിയായ ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ കുഞ്ഞുങ്ങളെ? അത് വെറുതെ അല്ല, ഞാനതാ പറയാൻ വരുന്നേ. ഞാൻ പോലും അറിയാത്ത ഒരു ദിവസം, ഒരു സന്ധ്യയായപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ അപ്രതീക്ഷിതമായി ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ അപ്പച്ചൻ ജോലി കഴിഞ്ഞ് ഫുൾ പൈസ കൊടുക്കാനില്ലാതെ കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരാളുടെ ഒരു തബല വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ആക്ച്വലി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യത്തെ ദിവസങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ആർത്തിയായി ഇത് പഠിക്കാനായിട്ട്. എനിക്കൊക്കുന്നത് പോലെ അല്പം താളം മ്യൂസിക്കൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എനിക്കൊക്കുന്ന പോലൊക്കെ വായിച്ചു തുടങ്ങി. സ്തോത്രം. മോനെ ബേസ് അല്പം കുറയ്ക്കാം, ബേസ് ഇച്ചിരി കുറയ്ക്കാം. അപ്പോൾ ഞാനങ്ങനെ ഞാൻ തന്നെ വായിക്കുക, എനിക്കെന്തോന്നും അറിയത്തില്ല, ചുമ്മാ വായിക്കുക. പക്ഷേ ഒരു സാറിൻ്റെ അടുത്ത് എന്നെ പഠിപ്പിക്കാൻ പുള്ളിക്കാരൻ വീട്ടിൽ വന്നു, പഠിപ്പിച്ചു. ചില ദിവസങ്ങൾ മാത്രമേ ആ പഠനം മുന്നോട്ട് പോയുള്ളൂ. കാരണം പിന്നെ കൊടുക്കാൻ പൈസയില്ല, നിന്നു. പക്ഷേ ഞാൻ നിർത്തിയില്ല, ഞാൻ ട്രൈ ചെയ്തു. അനേക വേദികളിൽ തബലിസ്റ്റായിട്ട് ഞാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻറ്റിയുടെ ഒക്കെ സ്ഥലത്തിനടുത്ത് ഞങ്ങൾ താമസത്തിന് വന്നത്. എൻ്റെ അപ്പച്ചൻ അവിടെ ശുശ്രൂഷിക്കായിട്ട് വന്നത്. അടൂർ വന്നു. ഇതെല്ലാം ഞാൻ അതിശയിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതിശയം തോന്നും, പക്ഷെ ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അവിടെ വന്നൊരു കീബോർഡിസ്റ്റിനെ, ജോസാനെ പരിചയപ്പെട്ടു. ജോസാനോട് പറഞ്ഞു, എൻ്റെ മോനെ ഒന്ന് കീബോർഡ് പഠിപ്പിക്കാമോ എന്ന് എൻ്റെ അപ്പച്ചൻ ചോദിച്ചു. ജോസാൻ പറഞ്ഞു, പിന്നെന്താ, പഠിപ്പിക്കാമല്ലോ. ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ? ഇല്ല, ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ല. എന്നാലും പഠിപ്പിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ടീമിൽ, ഞാൻ തബല വായിക്കുന്ന ടീമിൽ ഒരു ഹാർമോണിയം ഉണ്ടായിരുന്നു. ആ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് കീബോർഡ് ഒന്ന് പഠിക്കാൻ വേണ്ടി ഹാർമോണിയം തരുമോ? സാർ ഒന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പണ്ട് മുതൽ എനിക്ക് വേറെ ആളുടെ സാധനം എടുക്കുന്നതിനോട് വലിയ താല്പര്യം, ഇന്നും ആ ഒരു മനസ്സ് തന്നെയാണ്. കാരണം അത് അഹങ്കാരം കൊണ്ടല്ല, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് പിന്നെ സ്നേഹബന്ധത്തെ ബാധിക്കുന്നതുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിവതും പോകാറില്ല. പക്ഷേ അന്ന് എൻ്റെ അവസ്ഥ അങ്ങനെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്ക് തന്നു. ആ ഹാർമോണിയം കൊണ്ട് വീട്ടിൽ വന്നു. ഹാർമോണിയം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മയ്ക്കും പിന്നെ അമ്മയ്ക്കും ഒരു സ്വസ്ഥതയില്ല. കാരണം ഞാൻ പറഞ്ഞത് അതിശയോക്തിയായിട്ട് തോന്നണ്ട, രാവിലെ അതിൻ്റെ മുമ്പിൽ ഇരുന്നാൽ എനിക്ക് കഴിക്കേണ്ട കുടിക്കേണ്ട, ഞാൻ ഒറ്റ ഇരിപ്പ് അതിൻ്റെ മുമ്പിൽ, രാത്രിയും പകലും അത് കൊണ്ടു കൊടുക്കുന്ന എന്നാണോ അന്ന് വരെ ആ ഹാർമോണിയത്തിന് ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ല. ആ സമയത്ത് ജോസാൻ വന്ന് ക്ലാസ് എടുക്കും. ഹല്ലേലൂയ. ഇതില്ലാത്ത സമയത്ത് ഞാനൊരു ഹാർഡ് ബോർഡിനകത്ത് ഞാൻ ഇതിൻ്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കിയാണ് എൻ്റെ നോട്ട്സ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ആ ആഗ്രഹമൊക്കെ ദൈവം കണ്ടു. പ്രിയമുള്ളവരെ, ആ ആഗ്രഹമെല്ലാം ദൈവം കണ്ടു. ഹല്ലേലൂയ. എൻ്റെ ആവശ്യത്തിൽ അധികമെന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ഇല്ലാത്ത കൊണ്ട് ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് പോകാതിരിക്കേണ്ട ഒരു ഗതി ഇന്ന് വരെ വന്നിട്ടില്ല. ആവശ്യമുള്ളതെല്ലാം തന്നു. ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആഗ്രഹം അത് യേശു അപ്പച്ചനോട്, മക്കളോട് ഞാൻ സംസാരിക്കുന്നത്. ഈ പുൽപ്പിറ്റിൽ വന്നാൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ കുഞ്ഞുങ്ങളുടെ വിചാരം ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എല്ലാവരും കൂടെ സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുന്നു, അതിയായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ യേശു അപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവിൻ്റെ വേലയുടെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു ദൂതായി തന്നെ നിങ്ങൾ എടുക്കുക. നിങ്ങൾ യേശു അപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എന്നിട്ട് ഉഴപ്പിയിരിക്കരുത്, ലേസിയാവരുത്. ഊണില്ലാതെ ഉറക്കമില്ലാതെ അതിനുവേണ്ടി അധ്വാനിക്കണം. ദൈവം ചില മുഖാന്തരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തും. ചിലപ്പോൾ ഒരു ഉപകരണമാണ് ആവശ്യമെങ്കിൽ ദൈവം തരുമെന്നേ. 2.5 ലക്ഷം രൂപയുടെ കീബോർഡ് ഒരാൾ എനിക്ക് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാമെങ്കിൽ ദൈവത്തിന് കഴിയത്തില്ലേ?
ഞാൻ ടെക്നിക്കലി ഒന്ന് അപ്ഗ്രേഡ് ആകണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുക. സാമ്പത്തികമായിട്ട് സാഹചര്യമില്ല, ആഗ്രഹം മാത്രമുണ്ട്. പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ചില മുഖാന്തരങ്ങളിലൂടെ, ചില ബന്ധങ്ങളിലൂടെ ഒക്കെ ദൈവം എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ മക്കളെ, 2.5 ലക്ഷം 15 വർഷം മുമ്പാണെന്ന് ഓർക്കണം, ഇന്നല്ല. 15 വർഷം മുമ്പ് 2.5 ലക്ഷം രൂപയുടെ ഒരു കീബോർഡ് ഒരാൾ എനിക്ക് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തന്നു. എൻ്റെ ശ്രേഷ്ഠതയാണോ? അല്ല. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വേലയുടെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടോ? കുഞ്ഞുങ്ങളെ ആഗ്രഹമുണ്ടോ മക്കളെ? ആഗ്രഹമുണ്ടോ? കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന് പ്രസംഗം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രസംഗം മോശമാണെന്നല്ല പറയുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു കോണിനെങ്കിലും നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹമുള്ള ഒരു കാര്യങ്ങൾ ഉയർത്താമോ? ശക്തമായിട്ട് ഉയർത്തിക്കോ, ധൈര്യമായിട്ട് ഉയർത്തിക്കോ. ധൈര്യമായിട്ട്, നിങ്ങൾ ലജ്ജിക്കേണ്ട. ഞാൻ വളരെ നിയോഗത്തോടെ, ഞാൻ പ്ലാൻ ചെയ്ത് വന്നതല്ലത്, ഈ നിമിഷം ഞാൻ പ്ലാൻ ചെയ്തതല്ല. ഹല്ലേലൂയ. നിങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇവർക്ക് നേരെ കരങ്ങളെ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ബ്ലസ് ചെയ്യണം, അനുഗ്രഹിക്കണം, അവരെ അനുഗ്രഹിക്കണം. ആത്മാർത്ഥമായി നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, എന്നേക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈഗോ എല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ ഈഗോയും മാറിപ്പോയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ നേരെ കരങ്ങളെ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അവരെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടിയുള്ള ഒരു പുതിയ തലമുറയെ ശക്തിയോടെ വാർത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വളരെ വിലപ്പെട്ട നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ആർത്തിയോടെ, ആഗ്രഹത്തോടെ, ഇതിന്റെ ആഴം അറിയത്തില്ല എങ്കിലും ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ഒന്ന് പ്രയോജനപ്പെടും ആഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിൽ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ഈ ചർച്ചിന്റെ ടേണിംഗ് പോയിന്റിന്റെ സമയമായി മാറട്ടെ. എന്നെന്നും ഓർത്തിരിക്കത്തക്ക വിധത്തിലുള്ള ഈ ചർച്ചിന്റെ ഹിസ്റ്ററി മാറ്റി എഴുതുന്ന നിമിഷമാക്കി മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. God bless you മക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തന്ന നിയോഗത്തിനായി സ്തോത്രം. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഓരോ പടവുകൾ, ഓരോ ചലഞ്ചസ് ഓവർകം ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തെ ബുദ്ധി കൊണ്ട് അളക്കരുത്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ബുദ്ധി നിങ്ങളുടെ ജോലി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചോ, അല്ലാതുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചോ, പക്ഷെ ദൈവത്തെ അളക്കുവാൻ നിങ്ങളുടെ ബുദ്ധി മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ ആ ദൈവത്തെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ രുചിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ രുചിച്ചറിയുന്നേ? ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഫുഡ് എങ്ങനെ രുചിച്ചറിയുന്നേ? അത് കൊള്ളാമെന്ന് എങ്ങനെ പറയുന്നേ? അത് നാം കഴിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് രുചിച്ചറിയാൻ പറ്റുന്നത്. അത് തന്നെ ദൈവം നിങ്ങളുടെ ഭാഗമായി മാറണം. ദൈവം നിങ്ങളുടേതായിട്ട് മാറണം. നിങ്ങൾ ദൈവത്തിൻ്റെതായിട്ട് മാറണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമായി മാറണം. അവിടെ കർത്താവിനെ രുചിക്കാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കർത്താവിനെ കർത്താവ് എന്ന് പറയാൻ മാത്രമേ കഴിയൂ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങൾ ആ വിധത്തിൽ വ്യക്തിപരമായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങളുടെ ചർച്ചിൽ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു തലമുറയെ ദൈവം വാർത്തെടുക്കും എന്ന് നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അത് ചെയ്യും. സഭയുടെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് കുഞ്ഞുങ്ങളിലൂടെയാണെന്ന് അറിയാമല്ലോ, അല്ലേ? അറിയാമല്ലോ. ന്യൂ ജനറേഷനിൽ കൂടെയാണ്. ഹല്ലേലൂയ. അവരെ ദൈവം ബലപ്പെടുത്തിയില്ലെങ്കിൽ ഇത് അസ്തമിച്ച് പോകും. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഹല്ലേലൂയ, ഒരു വരും തലമുറയെ
ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. എല്ലാ മേഖലകളിലും വചനത്തിൻ്റെ പരിജ്ഞാനത്തിലും, ഹല്ലേലൂയ, മ്യൂസിക്കിൻ്റെ വിവിധ മേഖലകളിലും, ശുശ്രൂഷയുടെ വിവിധ മേഖലകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ബലത്തോടെ നിൽക്കുവാൻ, ഹല്ലേലൂയ, ലോകത്തിൻ്റെ പുറകെ ഓടാതെ, ലോകത്തിന് ഇഷ്ടങ്ങളൊന്നും ചെയ്യാതെ, ലോകത്തിൽ സന്തോഷിക്കാതെ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു തലമുറ ഉടലെടുക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്നലെ ഞങ്ങളുടെ ചർച്ചിൽ ഫുൾ ഡേ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പാടി എൻ്റെ തൊണ്ടയ്ക്ക് വല്ലാത്ത ഒരു സ്ട്രെയിൻ ഉണ്ട്. എങ്കിലും ഞാൻ ഇന്നലെ എന്നോട് പാസ്റ്ററൊക്കെ ചോദിച്ചു, അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ചോദിച്ചു, അച്ഛാ നാളെ കാണത്തില്ലയോ? ഞാൻ അവരോടൊക്കെ പറഞ്ഞു നാളെ ഞാൻ ട്രിവാൻഡ്രത്താന്ന് പറഞ്ഞു. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു. എന്നാൽ വീട്ടിൽ വന്നിട്ട് ജോയിൻ പാസ്റ്റർക്ക് ഒരു മെസ്സേജ് അയക്കാം എന്ന് വിചാരിച്ച് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. ഞാൻ മെസ്സേജ് അയച്ചില്ല. അത് വന്നിട്ട് വളരെ ക്ഷീണവും ശരീരത്തിന് വളരെ ഒരു ബലഹീനത ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ സാധാരണ ഉള്ളിൽ നേരത്തെ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജോയിൻ പാസ്റ്ററിൻ്റെ മെസ്സേജ്, അച്ഛാ എന്തുകൊണ്ട് ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, നിയോഗം ഉണ്ടെങ്കിൽ കടന്നു വാ എന്ന് പറഞ്ഞു. ആക്ച്വലി നിയോഗം ഇന്നലെ എനിക്ക് കിട്ടി. ഇന്നലെയല്ല, ഈ വചനം ധ്യാനിച്ച് അന്ന് എനിക്ക് നിയോഗം കിട്ടിയതാ. പക്ഷെ അതിൻ്റെ ഒരു എക്സാക്ട് ടൈമിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, അല്പസമയം തലകളെ വണക്കി ഒന്ന് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവ ശബ്ദം, ദൈവമേ എനിക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളൊരു ഉറപ്പോടുകൂടി, കർത്താവ് എന്നെ പണിയണമേ, എന്നെ ഒന്ന് മോൾഡ് ചെയ്യണമേ, എന്നെ ഒന്ന് റിപ്പയർ ചെയ്യണമേ എന്നുള്ള ഒരു സമർപ്പണത്തോടു കൂടി. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളുടെ തെറ്റുകളെ നാം ന്യായീകരിക്കാറുണ്ട്, അങ്ങനെ അതിനെ ശരിയാക്കി മാറ്റാറുണ്ട്. എന്നിട്ട് ആ തെറ്റിൽ തന്നെ നാം ജീവിക്കുന്ന ഒരു അനുഭവം. ഇന്ന് പകൽക്കാലം അങ്ങനെയല്ല. തിരുത്തപ്പെടുവാനുള്ള ഒരു മനോഭാവത്തോടെ, ഒരു പുനഃസമർപ്പണം ചെയ്യുവാനുള്ള സമർപ്പണത്തോടെ ദൈവകാര്യങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ പ്രിയമുള്ളവരെ? സ്തുതിയും സ്തോത്രവും ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം, സമർപ്പിക്കാം. ഹല്ലേലൂയ. വാ തുറന്ന് ലജ്ജിക്കേണ്ട, അടുത്താരായി ഇരിക്കുന്നത് ലജ്ജിക്കേണ്ട. കർത്താവേ എന്നെ സമർപ്പിക്കുന്നു. ഭാരങ്ങൾ പ്രയാസങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സ് മരവച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഇറക്കി വെക്കാമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ? അവൻ വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അവൻ ബലപ്പെടുത്തുവാൻ ശക്തനാണ്. അവൻ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തുടർന്നുള്ള സമയം അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ 13 വരെയുണ്ട്. ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ആമേൻ. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ദൈവത്തിന് നമ്മോട് വളരെ ശക്തമായി സംസാരിക്കുവാനുണ്ട്.
ഫിലദൽഫിയ സഭ. ഇവിടെ കാണുന്നു, എന്നോട് ദൈവം പറഞ്ഞ എനിക്ക് പ്രേരണ തന്ന ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ 7-ാം വാക്യത്തിൽ കാണുന്നത്, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും. സഹോദരങ്ങളെ, പലപ്പോഴും നാം നമ്മുടെ ദൈവം ആരെന്നറിയാതെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചില പ്രതിസന്ധികളിൽ നാം തകർന്നു പോകുന്നത്. നാം പ്രതീക്ഷിക്കാത്ത ചില തടസ്സങ്ങൾ വരുമ്പോൾ നാം തകർന്നു പോകുന്നത് നമ്മുടെ ദൈവം അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയോട് പറയുമ്പോൾ ആദ്യം ആരാണ് പറയുന്നതെന്ന് ഒരു വിശദമായ ഒരു ഇൻട്രൊഡക്ഷൻ ദൈവത്തെക്കുറിച്ച് തന്നെ അവിടെ പറയുകയാണ്. അവൻ വിശുദ്ധനാണ്. അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. നാം പാടി ആരാധിച്ചല്ലോ, ഹല്ലേലൂയ, ദൈവമേ നീ വിശുദ്ധനാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ആ വിശുദ്ധിയിലേക്ക് നാം ഒന്ന് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രബോധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് വന്ന് അവൻ്റെ മുൻപിൽ അവനെ ആരാധിക്കുവാൻ കഴിയുകയില്ല. അവൻ്റെ പൈതലായി തുടരുവാൻ കഴിയുകയില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാതെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാകുന്ന വിശുദ്ധി എന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് നാം ഒന്ന് ലിഫ്റ്റ് ചെയ്യപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഈ പകലിൽ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, എത്ര പേർക്ക് അതിനായി ഒന്ന് സമർപ്പിക്കുവാൻ കഴിയും ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി? ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഏജിയിൽ വന്ന് വിശുദ്ധിയെ പറ്റി പ്രസംഗിക്കുന്നത് എന്തിനാണെന്ന് ചിലരെങ്കിലും ഒന്ന് ചോദിക്കുവാൻ ഇടയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ആ വിശുദ്ധിയുടെ ആ അളവിലേക്ക് ഒന്ന് ഉയർന്നു വന്നാൽ മാത്രമേ എൻ്റെ ദൈവത്തെ നന്നായി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പ്രതികൂലത്തിന് മുൻപിൽ നാം തകർന്നു പോകും പ്രിയമുള്ളവരെ. തടസ്സങ്ങളുടെ മുൻപിൽ ഞാൻ തകർന്നു പോകും പ്രിയമുള്ളവരെ. ചില ടെംപ്റ്റേഷന്റെ മുൻപിൽ നാം നശിച്ചു പോകും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഒന്ന് വരുവാൻ എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക്. അവൻ വിശുദ്ധനാണ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെ വേറെ പറയാനുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവം പറയുമ്പോൾ അവൻ വിശുദ്ധനാണെന്നുള്ള ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, ജീവിത വിശുദ്ധിക്ക് വേണ്ടി നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ജോലി കാര്യങ്ങളിലുള്ള നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ രീതികൾ, ദൈനംദിന ജീവിതം, ഓരോ നിമിഷവുമുള്ള ജീവിതം വിശുദ്ധമായിരുന്നോ? ഹല്ലേലൂയ. കഴിഞ്ഞൊരാഴ്ചക്കാലത്തെ നമ്മുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കാമോ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുമായിട്ട് ഞാൻ എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുമായിട്ട് എനിക്ക് ഒത്തുചേരാൻ കഴിഞ്ഞോ? ദൈവത്തിന്റെ ഹിതത്തോടെ എനിക്കൊന്ന് ട്യൂൺഡാകാൻ കഴിഞ്ഞോ? ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയമുള്ളവരെ. ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് നാം വരണം. ഹല്ലേലൂയ. അത് സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. അവൻ സത്യവാനാണ്, സത്യവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ അധികാരമോടെ എഴുതിയിരിക്കുന്നു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും. ഹല്ലേലൂയ. തുറക്കപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? തുറക്കപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രാർത്ഥനയെല്ലാം കറക്റ്റാണ്, ആരോടാണ് എന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് തമ്മിൽ ചെറിയ വ്യത്യാസം. ആ സ്റ്റാൻഡേർഡിലേക്കൊന്നും വരാൻ കഴിയാത്ത ഒരു ബലഹീനത. കുറ്റം പറയുവല്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ പെർഫെക്ഷൻ, ദൈവത്തിൻ്റെ ആ സൽഗുണ സമ്പൂർണതയിലേക്ക് ഒന്നും മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ സഭയോട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഈ പകലിൽ ഇടപെടുന്നു. ഇനിയുള്ള പ്രധാന ഭാഗത്തേക്ക് വരട്ടെ. അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. സ്തോത്രം, ഹല്ലേലൂയ. 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഈ വാക്കുകളെല്ലാം നമ്മുടെ മനസ്സിലൊന്ന് കുറിച്ചിടണം. ദൈവം സഭയെ അഡ്രസ് ചെയ്യുന്നത് നിന്റെ അല്ലേ? ഞാനിവിടെ വന്ന് ഇത്ര നേരം പറഞ്ഞു നിങ്ങളുടെ എന്നാ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങളോട് കൂടെ, നിങ്ങളോടൊപ്പം എന്നൊക്കെ ഞാൻ പറഞ്ഞത്.
പക്ഷെ ദൈവം സഭയെ നോക്കി പറയുന്നത് നിന്റെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെയാണ് ദൈവം തൻ്റെ സഭയോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് എന്നല്ല പറയുന്നത്, ദൈവത്തിന് തെറ്റുപറ്റിയതല്ല. ഒന്നിലധികം ആൾക്കാർ അവിടെയുണ്ട്, അവരെ നിങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു, സഭയെ നോക്കി ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരൊറ്റ പേഴ്സണായി നിൽക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു വ്യക്തിയെ പോലെ നിൽക്കണമെന്ന്. ഒരു വ്യക്തിയെ പോലെ ദൈവത്തിന് പറയണം, ഹല്ലേലൂയ, നിന്നോട് നീ എന്നൊക്കെ നിങ്ങളോട് പറയണമെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഒരു വ്യക്തിയായി നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് സഭ എന്ന് പറയുന്നത്. സഭ ഒരു ശരീരമാണ്. സഭ ഒരു ശരീരമാണ്. ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അവരവരുടെ ദൗത്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ് സഭ. സഭയെ നീ എന്നും നിന്റേതെന്നും നിനക്ക് എന്നുമൊക്കെയാണ് ആ ഭാഗം മുഴുവൻ വായിച്ചു നോക്കിയാൽ പല തവണ നമുക്ക് കാണുവാൻ കഴിയും. ഒരു സിംഗിൾ പേഴ്സണോട് സംസാരിക്കുന്നത് പോലെ ദൈവം സംസാരിക്കുന്നു. ഹല്ലേലൂയ. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട ദൂതാണ്. നിങ്ങൾ ഒരു വ്യക്തി എന്ന വണ്ണം ഈ ചർച്ച് നിലകൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അത് വാണിംഗ് ആണോ അത് ദൈവിക ദൂതാണോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം ഡെപ്ത് ആ വാക്കിനുണ്ട്. നിങ്ങൾ ഒരു വ്യക്തി എന്ന് നിന്നില്ലെങ്കിൽ കർത്താവിൻ്റെ സാക്ഷ്യം നമുക്ക് നഷ്ടപ്പെടും. മറ്റുള്ളവർ ക്രൈസ്റ്റേജയെ പറ്റി പറയുന്ന ചില വാക്കുകൾ, നല്ല വാക്കുകളുണ്ട്. വലിയ സഭയാണ്, വലിയ സംഭവമാണെന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ തോന്നുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു വ്യക്തി എന്ന വണ്ണം നിന്നില്ല എങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യം നഷ്ടപ്പെടും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു വ്യക്തി എന്ന വണ്ണം നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എന്താണ് സഹോദരങ്ങളെ? പറഞ്ഞോ, പറഞ്ഞോ. കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ഇനി കേൾക്കാൻ വയ്യ. ഒരു വ്യക്തി ആയി നിങ്ങൾ നിൽക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? യൂണിറ്റി, യൂണിറ്റി. സ്തോത്രം, ഹല്ലേലൂയ. യൂണിറ്റി അത് വളരെ പ്രധാനമാണ്. ഫിലദൽഫിയ സഭയോട് ദൈവം പറയുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ, നിനക്ക്, നീ, നിന്റെ കാൽക്കൽ, ഹല്ലേലൂയ, നീ, നിന്നെ കാക്കും എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി എന്ന വണ്ണം ചർച്ച് നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണ്. അത് കർത്താവിൻ്റെ സ്വഭാവവുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് പറയുന്നുണ്ട്, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് സഭ വീണ്ടും കടന്നു വരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്ബോധിപ്പിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. നമുക്ക് പലപ്പോഴും തോന്നും ഇതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, ദൈവത്തിന് പ്രതീക്ഷയുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പലപ്പോഴും നാം വിചാരിക്കും എല്ലാവരും എതിരാകുമ്പോൾ, എല്ലാവരും നമ്മെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ, നമ്മെക്കുറിച്ച് പരിഹസിക്കുമ്പോഴൊക്കെ നാം വിചാരിക്കും നമ്മളെക്കുറിച്ച് കർത്താവിന് വലിയ കാര്യമില്ലെന്നൊക്കെ വിചാരിക്കും. നമുക്കൊരു വിലയില്ലെന്ന് ചിലപ്പോഴൊക്കെ തോന്നും, അല്ലേ? സഭയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിലപ്പെട്ടവരാണ്, നിങ്ങൾ പ്രീഷ്യസ് ആണ്. നിങ്ങളോട് കൂടെ കൂടെ കറക്റ്റ് ചെയ്യാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളെ വേണമെന്നാണ്. നിങ്ങളെ വേണ്ട എങ്കിൽ കർത്താവ് മിണ്ടത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അബ്രഹാമിന്റെ യാത്രയിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചു. വളരെ സന്തോഷകരമായ തുടക്കം. പോകുന്നു അങ്ങോട്ട്. ഒരു പ്രതികൂലമുണ്ടായി, ക്ഷാമമുണ്ടായി. ആ ദൈവം ഡിസൈൻ ചെയ്ത റൂട്ടിൽ നിന്നും പെട്ടെന്ന് ഡൈവേർട്ടായി പോയി. അവിടെ വായിച്ചാൽ മനസ്സിലാകും, പിന്നെ ദൈവം സംസാരിക്കുന്നില്ല. ഹല്ലേലൂയ. പിന്നെ തിരിച്ച് എവിടെ നിന്ന് ഡൈവേർട്ടായോ അവിടെ തിരിച്ചു വന്നപ്പോഴാണ് ദൈവം വീണ്ടും സംസാരിക്കുവാൻ തുടങ്ങിയത്. സഹോദരങ്ങളെ, ദൈവം കൂടെ കൂടെ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ
കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അർത്ഥമുണ്ട്. കർത്താവിന് നിങ്ങളെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആകാൻ അങ്ങനെ അർത്ഥമുണ്ട്. മാത്രമല്ല, ഈ ദേശത്ത് നിങ്ങളെ ഏറ്റവും മാന്യമായി നിർത്തുവാൻ അത് ദൈവത്തിൻ്റെ ദൂതാണ്. ഹല്ലേലൂയ. ഈ പ്രദേശത്ത് ഈ കൂട്ടത്തെ മാന്യതയോടെ നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കൂടെ കൂടെ ചെത്തി വെടിപ്പാക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. വലിയ എക്സ്പെക്റ്റേഷനാണ്. പത്രോസ് പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞില്ലേ? ഒരു ശിഷ്യൻ ചെയ്തു കൂടാത്തതെല്ലാം പത്രോസ് പല പ്രാവശ്യം ചെയ്തു. പിന്നെയും പത്രോസിന്റെ പുറകെ നടക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും വായിക്കാൻ പോകുന്നില്ല, നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. തള്ളിപ്പറഞ്ഞു അല്ലേ? ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എത്ര വേദന നിറഞ്ഞ സംഭവമാണ്. എന്നിട്ടും കർത്താവ് ഹല്ലേലൂയ പത്രോസിൽ നിന്നുള്ള ആ പ്രതീക്ഷ മാറ്റുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ശിമോനെ, ഇവരിലധികമായി അല്ലെങ്കിൽ ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അർത്ഥം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ വലുതാണ്. അത് മീറ്റ് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ദൈവകാര്യങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ വലുതാണ് പ്രിയമുള്ളവരെ, വലുതാണ് പ്രിയമുള്ളവരെ. കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കുറിച്ച് കർത്താവിനുള്ള പ്രതീക്ഷ വലുതാണ്, വളരെ വലുതാണ്. അതുകൊണ്ടാണ് തെറ്റുകൾ പലതും ചെയ്തിട്ടും യേശുപ്പച്ചൻ മിണ്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ യേശുപ്പച്ചൻ കാണാത്തത് കൊണ്ടല്ല. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ സ്കൂളിലായിരിക്കുമ്പോൾ, നിങ്ങൾ കോളേജിലായിരിക്കുമ്പോൾ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം എങ്ങനെയായിരിക്കും യേശുപ്പച്ചൻ നന്നായി അറിയുന്നു. പക്ഷെ എന്നിട്ടും എന്താ ശിക്ഷിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാ? നാം ശരിയാണെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ അർത്ഥം യേശുപ്പച്ചന് നമ്മെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഈ പകലിൽ ഒന്ന് സമർപ്പിക്കാമോ യേശുപ്പച്ചന് വേണ്ടി? യേശുപ്പച്ച, എന്നിൽ വന്ന കുറവുകൾ ക്ഷമിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിൽ വന്ന കുറവുകൾ ക്ഷമിക്കണമേ. ഞാൻ ദേഷ്യപ്പെട്ടത് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാതിരുന്ന എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? സത്യസന്ധമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുപ്പച്ചന് നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. സഹോദരങ്ങളെ, കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് തെറ്റുകൾ പലതും ഒരു മനുഷ്യനും അറിയാതെ വീണ്ടും വീണ്ടും നിങ്ങളെ സേഫാക്കി നിർത്തുന്നത്. കർത്താവിന് അബദ്ധം പറ്റിയാണെന്ന് ആരും ചിന്തിക്കരുത്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു വ്യക്തി എന്നവണ്ണം നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങളത് ഓർക്കണം. കർത്താവേ, എൻ്റെ സഭയെ ഒരു വ്യക്തി എന്നവണ്ണം നിർത്തണമേ കർത്താവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം ഭയങ്കരമാണ്. ഈ ഫിലദൽഫിയ സഭയുടെ ആ ഫിലദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ അർത്ഥം ബ്രദർലി ലവ് എന്നാണ്. എന്താണ്? സഹോദര സ്നേഹം. ബ്രദർലി ലവ്. ഒന്ന് പറയാമോ നിങ്ങൾ? ബ്രദർലി ലവ്, സഹോദര സ്നേഹം. ഫിലദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുകയില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഉദ്ദേശിക്കുന്ന സ്നേഹം അവരുടെ സ്റ്റാൻഡേർഡ് നോക്കാതെയുള്ള സ്നേഹമാണ്, അവരുടെ അവസ്ഥകൾ നോക്കാതെയുള്ള സ്നേഹമാണ്, അവരുടെ പിഴവുകൾ നോക്കാതെയുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവം ഉദ്ദേശിക്കുന്ന സ്നേഹം സെൽഫ്ലെസ് ലവ് ആണ്. ഹല്ലേലൂയ. അപ്പോൾ സഹോദരനെ സ്നേഹിക്കാത്തവൻ ആരാധിച്ചിട്ട് അർത്ഥമുണ്ടോ? ഇല്ല, ഇല്ല. ദൈവവചനത്തിൻ്റെ ചില മാർമികമായ സത്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇത് സമർപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആരും എൻ്റെ അടുത്ത് വന്ന് നല്ല മെസ്സേജാണെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഇത് വളരെ നിയോഗത്തോടെ ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് സമർപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നമ്മൾ നടക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ മാനിക്കുവാൻ വേണ്ടിയാണ്. ഈ ദേശത്ത് ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ മുൻപിൽ പതറിപ്പോകാതെ ബലത്തോടെ നിൽക്കാൻ വേണ്ടിയാണ് ഈ ദൂതുകൾ നമ്മോട് പറയുന്നത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്രദർലി ലവ് എന്നത്. അപ്പോൾ സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ? അത് വചനം തന്നെയാണ്, വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിൽ അപ്രകാരം എഴുതിയിട്ടുണ്ട്. സഹോദരനെ, കാണപ്പെടുന്ന സഹോദരനെ, അതാണ് കുറച്ചും കൂടെ ആഴമേറിയതാ.
എൻ്റെ മുൻപിൽ നിൽക്കുന്ന പ്രിയ അങ്കിളിനെ, പ്രിയ സഹോദരനെ, പ്രിയ പാസ്റ്റർമാരെ, എനിക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോൾ ആ ഒരു ബോണ്ടിങ് കറക്റ്റ് ആവുമ്പോഴാണ് നിങ്ങളെ ഒരു വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്നത്. സ്തോത്രം. വചനം പറയുന്ന ശുഭകരമായ ഒരവസ്ഥ. ഒന്നുകൂടി പറഞ്ഞാൽ 133 സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താണ്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുഭകരമാകണം. പുറമേ ശുഭകരമാണ്, ബ്യൂട്ടിഫുൾ ആണ് ഈ ചർച്ച്. പുറമേ ശുഭകരമാണ്, എല്ലാം കൊണ്ടും ദൈവം എത്രത്തോളം മാനിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ജോവിൻ പാസ്റ്ററുടെ തുടക്കങ്ങളൊക്കെ നന്നായി ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ വരെ എത്തുമെന്ന് നമുക്കാർക്കും സ്വപ്നം പോലും കാണാൻ കഴിയത്തില്ല. ആ തലത്തിൽ പുറമേ നമ്മെ ബ്യൂട്ടിഫുൾ ആക്കി. പക്ഷേ അകമേ ശുഭകരമാകണമെങ്കിൽ ഹല്ലേലൂയ എന്ത് വേണം? ബ്രദർലി ലവ് വേണം. അതുകൊണ്ടാണ് ഫിലദൽഫിയ സഭയോട് പറഞ്ഞത് ഇന്ന് പകൽക്കാലം ക്രൈസ്റ്റ് ഏജിയോട് പറയുവാൻ ഇടയാകുന്നത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കാണുന്നു ബ്രദർലി ലവ് ഉണ്ടായിരിക്കണം. ദൈവവചനം പറയുന്നത് പോലെ ഒരു ശുഭകരമായ അവസ്ഥയിലേക്ക് നാം കടന്നു വരണം. ഒന്ന് ഓർക്കുക, കർത്താവ് സഭയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കിയേ. 8-ാം അധ്യായം പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കുക. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഒന്ന് പറഞ്ഞേ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചില്ല. സഭ ഒത്തിരി ഉപദ്രവത്തിൽ കൂടി കടന്നു പോകുന്നൊരു സാഹചര്യമാണ്. യഹൂദന്മാരിൽ നിന്ന് ഒരു വല്ലാത്ത ഉപദ്രവം നേരിട്ട ഒരു സാഹചര്യത്തിലാണ് ദൈവം ഈ സാക്ഷ്യം സഭയോട് പറയുന്നത്. ദൈവത്തിന് അവരെ നീ എന്ന് വിളിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് അവരെ ഒരു വ്യക്തിയെ പോലെ കാണാൻ കഴിയുന്നുണ്ട്. എന്നതിന് ശേഷം അവരിൽ അകത്തുള്ള ആ ക്വാളിറ്റി, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ, അതൊരവസ്ഥയാണ്, ഒരു സിറ്റുവേഷനാണ്. നമ്മളും പലപ്പോഴും ചിന്തിച്ചില്ലേ? പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കറിയാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളൊന്നുമല്ലാതായി മാറിയില്ലേ? എനിക്ക് ശക്തിയില്ല, ഞാൻ എവിടെ പോകുമെന്നൊക്കെ ഉള്ള ചിന്ത അല്ലേ? ഞാൻ എന്തു ചെയ്യും? മുൻപിലെല്ലാം അവ്യക്തത, മുമ്പിലുള്ള വഴികളെല്ലാം അവ്യക്തത. എത്ര പ്രതികൂലം നിറഞ്ഞ സാഹചര്യം, ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യം. എവിടെ പോകും? ഇതൊക്കെ ഒരു വല്ലാത്ത നിസ്സഹായതയാണ്. പക്ഷേ അവിടെ തകർന്നു പോയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്, ഈ കൂട്ടത്തെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല സഭയോട് ദൈവത്തിന് ദൂത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, അവരുള്ള ദൂത. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈ കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള വ്യക്തി വരെയുള്ള വ്യക്തിപരമായിട്ടുള്ള ദൂതാണിത്. സഭയോട് പറയുന്നു, ഒരു വ്യക്തി എന്ന വണ്ണം പറയുന്നു. അപ്പോൾ തന്നെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്. കൂടുതലും തൂക്കുക എന്നുള്ളതാണ്. അറിയാം, കർത്താവിൻ്റെ ദാസൻ അറിയാം. അപ്പം ഞങ്ങൾക്ക് ഒരു ചെറിയ ഏരിയ തരത്തുള്ളൂ. മൊത്തത്തിൽ എല്ലാവരും കിടന്ന് തൂക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഓരോരോ ഏരിയയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇത് ഞാനൊരു ദിവസം ഉറങ്ങിപ്പോയെന്നിരിക്കട്ടെ, ചെയ്യാൻ പറ്റില്ലെന്നിരിക്കട്ടെ, ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അതുവഴി വരുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും സുനിൽ സോളമൻ എന്ന് ജോലി ചെയ്തില്ലെന്ന്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം വൃത്തിയായിട്ട് കിടക്കും, സുനിൽ സോളമൻ്റെ ആ ഭാഗം മാത്രം കരിയില കയറി കിടക്കും. അങ്ങനെ ആര് ജോലി ചെയ്തില്ലെങ്കിലും തിരിച്ചറിയാൻ പറ്റും അവരവരെ ഏൽപ്പിക്കുമ്പോഴത്തേന്. ആത്മാർത്ഥമായിട്ടും ചിന്തിക്കാമോ? വളരെ വേദനയോടെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു വലിയ എൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് കർത്താവ് പറയുന്നത് കൃത്യമായി പറയണം, കർത്താവ് അയക്കുന്നിടത്ത് നിയോഗത്തോടെ പോകണം. അത് മാത്രമേ ഉള്ളൂ. വലിയ സ്റ്റേജുകളോ ഒന്നും എൻ്റെ വലിയ ലക്ഷ്യങ്ങളൊന്നും അല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. സ്തോത്രം. ദൈവം അയച്ചാൽ എന്നെ സമർപ്പിക്കുമെന്നല്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുന്നത് വളരെ വേദനയോടെ പറയുന്നത്, ദൈവസഭയെ നോക്കി. ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിൽ
സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. പല സഭകളെയും നോക്കി ഞാൻ വേദനിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ വെറും കീബോർഡിസ്റ്റായിട്ടാണ് എല്ലാവരും കാണുന്നത്. നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആരും അറിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എനിക്ക് ചെറിയ ഒരു കാര്യം പോലെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യും. കാരണം ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ, ഇത് ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് ഇത് ശരിയാണോ, ഈ ചർച്ച് ഇത് ദൈവസഭയല്ലേ, ഇത് ഇവിടെ ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന, ഭാരപ്പെട്ട് പല പ്രോഗ്രാമും കഴിഞ്ഞ് മടങ്ങി വന്ന നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഓരോ വ്യക്തിയോടുമുള്ള ദൂത്, ഓരോ വ്യക്തിയോടുമുള്ള ദൂത്. ഒന്ന് ചിന്തിച്ചേ, നിങ്ങൾ തന്നെ ചിന്തിക്കുക, എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടോ? ചിന്തിക്കാമോ? ഒറ്റ മിനിറ്റ് ഞാൻ തരാം. ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കാമോ? എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ടുണ്ടോ, ക്ലിയർ ആക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ കോളേജ് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത്, ഞാൻ ചെറിയ ഏരിയ ഉള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ അലസതയെന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ തൂത്തില്ലെങ്കിൽ അവിടെ മാത്രം ഒരു ഡിസൈൻ കിടക്കും, ബാക്കിയെല്ലാം നല്ല ക്ലീൻ ആയിരിക്കും. യജമാനന് കാണുമ്പോൾ അറിയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തങ്ങളെ ഒരു ഡ്രോൺ ഷോട്ട് പോലെ ഉയരത്തിൽ നിന്നൊരു ക്യാമറ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് വളരെ പരിശുദ്ധാത്മാവിൽ വളരെ ശക്തിയോടെയാണ് ഞാൻ പറയുന്നത്. സമർപ്പിക്കപ്പെടുന്നവർക്ക് ഇത് വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ഉണരണം. റിവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുറമെയുള്ള ശബ്ദ കോലാഹലമാണോ? അല്ല. ആരാധന ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അകമേ നാം ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ചെയ്യാതെ നാം ഈ ശബ്ദം കാണിച്ചു കഴിഞ്ഞാൽ അത് ശബ്ദ കോലാഹലം തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, പ്രായമുള്ളവർ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ എൻ്റെ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? എന്നോട് ആരും ഉത്തരം പറയണ്ട, ദൈവത്തോട് ഉത്തരം പറഞ്ഞാൽ മതി. ആരും അശ്രദ്ധമായിട്ട് ഇരിക്കരുത് പ്ലീസ്. ഹല്ലേലൂയ. എന്നോടുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ടോ? ആ സമർപ്പണം ഒന്ന് ക്ലിയർ ചെയ്യാമോ? ഒരു തീരുമാനമെങ്കിലും എടുക്കാമോ? ഒന്ന് കണ്ണുകളെ അടയ്ക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവേ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യമായി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പരസ്പരം കുറ്റം പറയാനല്ല, സ്തോത്രം. അവൻ ചെയ്തില്ലല്ലോ എന്ന് പറയാൻ എളുപ്പമാണ്. ഹല്ലേലൂയ. പണ്ട് സ്കൂളിലെ പരീക്ഷയെ കഴിഞ്ഞിട്ട് ഞാൻ കടന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ തോറ്റുപോയിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവൻ എന്നെക്കാട്ടി മാർക്ക് കുറവായിരിക്കും. അപ്പച്ചൻ ചോദിക്കും, നിനക്ക് എത്ര മാർക്ക് കൊണ്ടുവരാം? അപ്പം ഞാൻ പറയും, സജീവിന് 17 ഉള്ളെന്ന്. ഒറ്റ അടിയാ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ്, അല്ലേ? അവൻ ചെയ്തില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഞാൻ ചെയ്തോ? സമർപ്പിക്കാമോ? കർത്താവേ, എന്നെ ബലപ്പെടുത്തണമേ എന്നൊന്ന് സമർപ്പിക്കാമോ? ഒറ്റ നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സഭയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം സർവശക്തനാണെങ്കിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് ബലഹീനത വരാൻ പാടില്ല, അല്ലേ? സ്തോത്രം. ദൈവം വിശുദ്ധനാണെങ്കിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് അശുദ്ധി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, വളരെ ശക്തിയോടെ ഈ സഭ ഹല്ലേലൂയ പുറമേ അല്ലെങ്കിൽ അതിനൊരു ഔട്ട്കം ഉണ്ടാവേണ്ടതാണ്, ഒരു വളർച്ച ഉണ്ടാവേണ്ടതാണ്, ഒരു ഗ്രോത്ത് ഉണ്ടാവേണ്ടതാണ്. ഹല്ലേലൂയ. ആർക്കും തകർക്കാൻ കഴിയാതെ വണ്ണം യോശുവയോട് പറഞ്ഞു, എൻ്റെ പ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, അങ്ങനെ മാറാതിരുന്നാൽ നിന്റെ നേരെ ഒരു മനുഷ്യനും എഴുന്നേൽക്കത്തില്ലെന്ന്. അതങ്ങനെ തന്നെ അല്ലായിരുന്നോ? മനുഷ്യൻ പോയിട്ട് സൂര്യനും ചന്ദ്രനും പോലും യോശുവയെ അനുസരിച്ചു. ഒരു ഡിവൈൻ അതോറിറ്റി. ഡിവൈൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിന്റെ വലിപ്പമല്ല, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ വലിപ്പമല്ല. നേരെ മറിച്ച് നാം പറയുന്ന കാര്യങ്ങളെ സ്വർഗം അപ്രൂവ് ചെയ്യുന്ന അതോറിറ്റി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതാണ് ഡിവൈൻ അതോറിറ്റി. അത് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വർഗം അതിനെ അപ്രൂവ് ചെയ്യുന്നു, സ്വർഗം സൈൻ ചെയ്യുന്ന അത്രയും വാല്യൂ നമ്മുടെ വാക്കുകൾക്കുണ്ടോ, നമ്മുടെ പ്രവൃത്തിക്കുണ്ടോ? ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആരും ചെറുതായി കാണാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന ആലോചന. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, ഒരു ഡിവൈൻ അതോറിറ്റിയിലേക്ക് ദൈവത്തിന്റെ ജനം കടന്നു വരണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അല്പമേ ശക്തിയുള്ളൂ. ആ ഒരു പരാതി മാറ്റാം. അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ. അതൊന്നും മാറ്റിയിട്ട് അവന്റെ വചനം ഒന്ന് കാത്തു സൂക്ഷിക്കാൻ ഒരു തീരുമാനം എടുക്കാമോ?
സ്തോത്രം. സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ചെറിയ 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 കറക്ഷൻസ് ആവശ്യമായി വരുന്നത് കൊണ്ടാണ് ദൈവം കൂടെ കൂടെ ഇങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഇമേജ് ദൈവം തന്ന ഇമേജാണ്. ദൈവം തന്ന ഇമേജ് സ്തോത്രം പല കാര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നു. ഇസ്രായേലിനെ പല ദിക്കിൽ നിന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ എടുക്കുന്നില്ല. പറയുന്നുണ്ട്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. ഓർത്തു നോക്കി, അതൊരു ഇമേജാ. ശിലാഗ്രഹത്തിൽ നോക്കുമ്പോൾ അവരുടെ മനോഹാരിത കാണുന്നു. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ അവിടെയും അവരുടെ മനോഹാരിത മാത്രമേ പറയാനുള്ളൂ. ഒന്ന് ഓർത്തു നോക്കി, സഭയെ ഏത് ഡയറക്ഷനിൽ നോക്കിയാലും ഏത് ഭാഗത്തും നോക്കിയാലും നല്ല ഇമേജ് മാത്രമേ കൊടുക്കാവുള്ളൂ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അതാണ് വചനം സൂക്ഷിക്കുന്നവന്റെ പ്രത്യേകത. ദൈവത്തിന്റെ നാമം നിഷേധിക്കാത്തവന്റെ പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. അല്ലാതെ നമ്മളുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ചില പ്രത്യേക ആൾക്കാരെ മാത്രമേ ഫോട്ടോ എടുക്കാൻ വിളിക്കത്തുള്ളൂ. ഞാൻ വലിയ ആളായതൊന്നുമല്ല. അവൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് ഡയറക്ഷൻ, എൻ്റെ ആ കറക്റ്റ് എന്താ പറയുന്നത്, ആ കറക്റ്റ് വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുന്നൊരു ഇമേജ് കിട്ടും. അല്ല ചിലരെടുത്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ ചെല്ലപ്പെടുന്ന അവിടെ എല്ലാം ആകെ പ്രശ്നമാണ്. ഞാൻ പിന്നെ അത് ആവശ്യമായതുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്ന എന്ന് പറയുന്നത് പോലെ ചില ഡയറക്ഷനിൽ നാം നല്ലതായിരിക്കും, ചില വ്യൂവിൽ ചില ഫോക്കസിൽ നമുക്ക് ന്യൂനതകൾ വിരൂപമായിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സെൻറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് നല്ലതായിരിക്കും, സൈഡിലെടുത്തു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട്, ബാക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കഷണ്ടിയെല്ലാം കാണും, സൈഡിൽ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്താലും എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഫോക്കസ് മാത്രമേ എടുക്കാൻ എനിക്കിഷ്ടമുള്ളൂ. പക്ഷെ ദൈവം അങ്ങനല്ല. ദൈവം പല ഡയറക്ഷനിൽ നിന്ന് നിങ്ങൾ നോക്കും. അത് താഴ്ന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴും, കുറച്ച് ദൂരത്ത് നോക്കുമ്പോഴും, ശിലാഗ്രഹത്തിൽ നിന്ന് നോക്കുമ്പോഴും, മറ്റൊരു പിസ്ക കൊടുമുടിയിൽ നോക്കുമ്പോഴും, എവിടെ നിന്ന് നോക്കിയാലും നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണം, നിങ്ങൾ ശുഭമായിരിക്കണം. പറയാൻ പറ്റുമോ? എൻ്റെ വാക്കുകൾ നിർത്താൻ പോവാ കേട്ടോ. പറയാൻ പറ്റുമോ? അത് ഏത് ഭാഗത്ത് നോക്കിയാലും ക്രൈസ്റ്റ് സ്റ്റേജ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? കുറ്റം പറയുമല്ല, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, കുറ്റം പറയുമല്ല. കർത്താവ് ശക്തമായി പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. വളരെ ഏകാഗ്രതയോടെ ഇരിക്കുക, വളരെ ഏകാഗ്രതയോടെ. ഏത് ഭാഗത്തു നിന്ന് നിങ്ങളുടെ കാര്യങ്ങളൊന്നും മാറ്റി വെക്കണേ പ്ലീസ്. ഹല്ലേലൂയ. സ്തോത്രം. ഏത് ഡയറക്ഷൻ നോക്കിയാലും, ഏത് ഫോക്കസിൽ നിങ്ങളുടെ ഇമേജ് എടുത്താലും പെർഫെക്റ്റ് ആയിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഒരു പദ്ധതിയും പിശാചിന് ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ വളരെ ആത്മീയ മർമ്മമാണ് പറയുന്നത്. ഹല്ലേലൂയ. ബിലയാമിനെ നന്നായി അങ്ങ് സെറ്റ് ചെയ്തു. ബിലയാമിന് വലിയ പാരിതോഷികമൊക്കെ സമ്മാനമൊക്കെ അങ്ങ് സമ്മാനിച്ചു. തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തിനെതിരെ പ്രവചിക്കുവാൻ അവൻ ചെറുതായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തു. പുറമേ പ്രവാചകനായും അകമേ വേറൊരാളായിട്ടും നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നീ പുറമേ ഫിലദൽഫിയ സഭയാണെങ്കിൽ അകമേയും നീ ഫിലദൽഫിയ സഭ തന്നെയാണ് എന്ന് ദൈവം പറയുന്നു. ഞാൻ അറിയുന്നു എന്ന് ദൈവം പറയുന്നു. പ്രവൃത്തി അറിയുന്നൊരു ദൈവം ബിലയാമിനെ സമ്മതിച്ചോ? ഇല്ല, സമ്മതിക്കില്ല. ദൈവം സമ്മതിക്കില്ല. കാരണം എവിടെ നിന്ന് നോക്കിയിട്ടും ഇമേജ് സൂപ്പറാ, കാണാൻ നല്ല രസം. ഹല്ലേലൂയ. അങ്ങനെ ആകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈച്ച് ആൻഡ് എവരി പേഴ്സൺ അങ്ങനെയായെങ്കിൽ മാത്രമേ സഭ അങ്ങനെയാകത്തുള്ളൂ. ഒരു വ്യക്തി ആ പെർഫെക്ഷനിൽ വരുമ്പോഴാണ് ആ കുടുംബം ആ പെർഫെക്ഷനിലേക്ക് വരുന്നത്. ആ കുടുംബം പെർഫെക്ഷനിലേക്ക് വരുമ്പോഴാണ് അടുത്തൊരു കുടുംബം അങ്ങനെ വരുന്നത്. അങ്ങനെ കുടുംബങ്ങളെല്ലാം ആ പൂർണ്ണതയിൽ വരുമ്പോൾ സഭ ബ്യൂട്ടിഫുള്ളായി. ഹല്ലേലൂയ. അതിനായി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഏത് ഡയറക്ഷനിൽ നിന്നൊരു ഇമേജ് എടുത്താലും നാം പെർഫെക്റ്റ് ആയിരിക്കുന്ന, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന. ഇവിടെ കാണുന്നു, ഒത്തിരി പീഡകൾ സഹിച്ച സാഹചര്യങ്ങളിലൊക്കെ
അവർ അതിനെല്ലാം ഓവർകം ചെയ്തു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദൂതും കൂടെ പറഞ്ഞു നിർത്തുന്നു. പേര് സൂക്ഷിച്ച സഭ. പേര് സൂക്ഷിച്ച സഭ എന്താണ് എന്ന് പറഞ്ഞാൽ, ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സഹോദര സ്നേഹം. അത് സൂക്ഷിച്ച സഭ, പേര് സൂക്ഷിച്ച സഭ. ഫിലദൽഫിയയിലുള്ള സഭ അങ്ങനെ ആയിരിക്കുമ്പോൾ കഴക്കൂട്ടത്തുള്ള ചർച്ചിന്റെ പേരെന്താ? ക്രൈസ്റ്റ് ഏജി. ഈ പേരിനോട് നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ഇത് വേറെ ആരെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലിട്ടായിരുന്നെങ്കിൽ ചിലപ്പം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ക്രൈസ്റ്റ് ഏജ് എന്ന് പറയുമ്പോഴത്തേന്, കഴക്കൂട്ടത്തുള്ള ക്രൈസ്റ്റ് ഏജ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ നോക്കുമ്പോൾ, ഈ സഭയെ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഇമേജ് കാണണം. പേര് സൂക്ഷിച്ച സഭ. എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഏതെങ്കിലും സമയം ദൈവം തരുമ്പോൾ ഞാൻ പറയും. പക്ഷെ ഞാനൊന്ന് പറയാം, അവർക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട് കേട്ടോ. അവർ ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. യേശു അവരെ അറിഞ്ഞു. രണ്ടാമത് പെട്ടെന്ന് പറയാം, അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു വാതിൽ കർത്താവ് തുറന്നു. അത് ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല, ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇച്ചിരി വേദനയായെങ്കിൽ ഒന്ന് സന്തോഷിക്കുക. ഹല്ലേലൂയ. അപ്രകാരം നാം ആയിരിക്കുകയാണെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. യേശു നമ്മെ അറിയുന്ന ഒരു അനുഭവം. കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും. വേറെ ആരും പറയണ്ട, കർത്താവ് പറയും. അവർക്ക് അല്പമേ ശക്തിയുള്ളൂ, എനിക്കറിയാം. പക്ഷെ അവരെൻ്റെ വചനം കാത്തു, അവരെൻ്റെ നാമം നിഷേധിച്ചില്ല. കർത്താവ് സർട്ടിഫിക്കറ്റ് തരും. ലാസറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ആദ്യം അവിടെ വായിക്കുമ്പോൾ കാണുന്നു, ഒരുത്തൻ ദീനമായി കിടക്കുന്നു. പിന്നെ മാർത്തയുടെ മറിയയുടെ പേരിൽ അവൻ അറിയപ്പെടുന്നു. പിന്നെ ബെഥാനിയിലെ ലാസർ എന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ ഏറ്റവും ഉപരി എനിക്കിഷ്ടപ്പെട്ടത് കർത്താവ് പറയുന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാം എന്താ ആഗ്രഹിക്കുന്നത്? കഴക്കൂട്ടം ചർച്ച അറിയാൻ ആഗ്രഹിക്കുന്നോ? അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് അവരുടെ സഭ എന്നറിയാൻ ആഗ്രഹിക്കുന്നോ? അതോ യേശു സ്നേഹിക്കുന്ന സഭ എന്നറിയാൻ ആഗ്രഹിക്കുന്നു? എന്താഗ്രഹിക്കുന്നു? അതാണ് ദൈവമഹത്വം എന്ന് പറയുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റതല്ല, അതിലുപരിയായി യേശുവിൻ്റെതെന്ന്, അവർ യേശുവിൻ്റെ വകയാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു. അതാണ് ദൈവമഹത്വം. അവർ മുഖേന അനേകർ കർത്താവിൽ വിശ്വസിച്ചു. അതാണ് ദൈവമഹത്വം. എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ബ്ലെസ്സിങ്സ്, തുറന്നിരിക്കുന്ന വാതിൽ, അത് കുറിച്ചിട്ടോ. ഇന്ന് നമ്മളുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് തുറന്നിരിക്കുന്ന വാതിൽ. പലരും വാതിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് തരുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. ജോബിൻ പാസ്റ്റർ മാത്രം ചെയ്യേണ്ടതല്ല, ജോബിൻ പാസ്റ്റർ മാത്രം വിചാരത്തിൽ നടക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈച്ച് ആൻഡ് എവരി പേഴ്സൺ വ്യക്തിപരമായി നിങ്ങൾ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സഭയുടെ നിലനിൽപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഹല്ലേലൂയ. അത് ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല, ആർക്കും മാറ്റാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവം തരുന്ന പൊസിഷൻ ഒരു മനുഷ്യനും എടുത്തു മാറ്റാൻ കഴിയുകയില്ല. അതാണ് ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളെ, നിന്നെ ആർ ദ്രോഹിച്ചോ ആ ശത്രുക്കൾ നിന്റെ മുൻപിൽ വന്ന് നമസ്കരിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അറിയാമല്ലോ, സഭയ്ക്ക് നേരിട്ട ഉപദ്രവം. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് അവർ ദ്രോഹിച്ചു ചർച്ചിനെ. അവരെ കൊണ്ടുവരുമെന്ന്, അവരുടെ കാൽ ചുവട്ടിൽ അവരെ ദൈവം കൊണ്ടുവരുമെന്ന് അവിടെ കാണുന്നു. കർത്താവ് സ്നേഹിച്ച സഭ. സഹോദരങ്ങളെ, ദൈവകരൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ട കാര്യങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ നിങ്ങളെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വ്യക്തിയായി കാണണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ വചനം കാത്തു സൂക്ഷിക്കുന്ന, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും,
ഏത് ഒറ്റപ്പെടലിന്റെ നടുവിലും അവന്റെ വചനം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയായി, ദൈവത്തിന്റെ നാമം നിഷേധിക്കാത്ത ഒരു സഭയായി. ഹല്ലേലൂയ. എത്ര സമ്മർദ്ദം വന്നാലും കർത്താവിന്റെ നാമത്തെ നിഷേധിക്കുവാൻ വേണ്ടി സമ്മർദ്ദം ഉണ്ടായി ഫിലദൽഫിയ സഭയ്ക്ക്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമം നിഷേധിക്കാത്ത സഭ. ഈ ടൗണിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നിങ്ങളത് അവെയറാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ നിങ്ങൾ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ലത്? നാമം നിഷേധിക്കാത്ത സഭ. ഏത് പ്രതികൂലം വന്നാലും, മക്കളെ ഞാൻ യേശു അപ്പച്ചൻ്റെ മകനാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കണം. ഒറ്റക്കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ അവരെ മത്സരത്തിനൊന്നും വിട്ടിട്ടില്ല. കാരണം അതിന് വിട്ട് കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവരെ സ്കൂളിലെ മത്സരത്തിന് വിട്ടിട്ടില്ല, സ്കൂളിലെ ഒരു ആക്ടിവിറ്റിനും വിട്ടിട്ടില്ല. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റ രീതിയിലുള്ള ക്വാളിറ്റി മനസ്സിലാക്കിയപ്പോൾ ടീച്ചേഴ്സിന് അവരെ അവോയ്ഡ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ? അവർ പഠിച്ച എല്ലാ സ്കൂളിലും അവരുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിലേക്ക് സ്കൂളിനെ മൊത്തത്തിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കൊറിയോഗ്രാഫി ചെയ്യണം, മോളെ വിളിച്ചു. മോള് പറഞ്ഞു ഇന്ന പാട്ടാന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു നല്ലൊരു തമിഴ് ഗാനം എടുത്ത് ഒരു മാന്യമായ വസ്ത്രധാരണം എല്ലാം അവൾ നോക്കി. മാന്യമായ വസ്ത്രധാരണം, ഒരുക്കങ്ങളെല്ലാം കുറച്ചിട്ട് ഞാൻ ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അവൾ ഡിമാൻഡ് ചെയ്തു. ആ ഡിമാൻഡിലേക്ക് സ്കൂൾ വന്നു. മാതാപിതാക്കൾ കേൾക്കണം. കോംപ്രമൈസ് ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അവൻ്റെ വചനം നിഷേധിച്ചു എന്ന് പറയേണ്ടി വരും. ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിച്ചു എന്ന് പറയേണ്ടി വരും, കോംപ്രമൈസ് ചെയ്തെങ്കിൽ. ഇത് കോംപ്രമൈസിൻ്റെ ഒരു മാർഗമല്ല, ഇത് വില കൊടുക്കേണ്ട മാർഗമാണ്. എത്ര സമ്മർദ്ദം വന്നാലും, അതാണ് ഫിലദൽഫിയ സഭയുടെ പ്രത്യേകത. സമ്മർദ്ദം വന്നു കർത്താവിനെ നിഷേധിക്കാൻ, അപ്പോൾ ഒരു സേഫ്റ്റി അന്നേരം വാഗ്ദാനം ചെയ്യും. കർത്താവിനെ നിഷേധിച്ചാൽ നിങ്ങൾ സേഫ് ആയിരിക്കും. പക്ഷെ അവർ ആ സേഫ്റ്റി വേണ്ടെന്ന് വെച്ചുകൊണ്ടെന്നാ, വരുവാനിരിക്കുന്ന ഉപദ്രവ കാലഘട്ടത്തിൽ നിന്നെ ഞാൻ സൂക്ഷിക്കും. ദൈവത്തിന്റെ സേഫ്റ്റി അവിടെ വാഗ്ദാനം ചെയ്യുന്നു. താഴോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന് മുൻപാകെ എത്ര പേർക്ക് ആത്മാർത്ഥമായി സമർപ്പിക്കാൻ ആഗ്രഹമുണ്ട്? നിങ്ങളൊന്ന് കരങ്ങൾ ഉയർത്താമോ? എത്ര പേർക്ക്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരാണ്, ഈ സമർപ്പിക്കപ്പെടുന്നവരാണ് ഈ സഭയുടെ ഭാവി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പേഴ്സണാലിറ്റി ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പേഴ്സണാലിറ്റിയിലേക്ക് ഞാൻ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവേ. എൻ്റെ സ്റ്റാൻഡേർഡ് മാറ്റി വെച്ചിട്ട് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവേ. കർത്താവ്, എൻ്റെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തോടൊന്ന് ട്യൂണ്ടാകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ. സമർപ്പിക്കാമോ? കർത്താവേ, ഇവിടെ മക്കൾ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കുന്നു? അടിയനെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ വചനം ഏറ്റെടുക്കുവാൻ, അനുസരിക്കുവാൻ, കർത്താവിൻ്റെ അവിടുന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഇമേജിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേക കർത്താവിൻ്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു.